ഓക്കെ, അപ്പൊ എന്തായി നമ്മുടെ എക്സാം എത്തി അല്ലേ? 13-ാം തീയതി നമ്മുടെ എക്സാം ആണ്. എല്ലാവരും അതിന്റെ നല്ല തിരക്കിലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ബാങ്കിങ്ങിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, in 2012 RBI replaced the title of no frills account as, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോ ഫ്രിൽസ് അക്കൗണ്ട് എന്നുള്ള പേര് മാറ്റി എന്താക്കി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ കാസ ഡെപ്പോസിറ്റ്സ്, സെക്കൻഡ് വൺ ഹൈബ്രിഡ് ഡെപ്പോസിറ്റ്, തേർഡ് വൺ BSBDA, ദെൻ ഫോർത്ത് വൺ സ്വീപ്പ് അക്കൗണ്ട്. ഇതിന്റെ ആൻസർ വന്നിട്ട് എന്താണ്? BSBDA അക്കൗണ്ട് ആണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതിന് പകരമായിട്ട് കൊണ്ടുവന്നതാണ് BSBDA അക്കൗണ്ട്. നോ ഫ്രിൽസ് അക്കൗണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത് 2005-ലാണ്. എന്നിട്ട് നോ ഫ്രിൽസ് എന്താണെന്ന് അറിയാലോ അല്ലെ? മിനിമം ബാലൻസ് വേണ്ടാത്ത രീതിയിലുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പേര് മാറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താക്കി? BSBDA എന്നാക്കി മാറ്റി. BSBDA അക്കൗണ്ടുകൾ വന്നത് 2012-ലാണ്. BSBDA എന്താണ്? ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളാണ് BSBDA അക്കൗണ്ട്. ഇതെന്താണ്? ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് പറയാം. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പിന്നെന്താ? ഇതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 രൂപ വരെ മാത്രമേ ഈ അക്കൗണ്ടിൽ വരാനായിട്ട് പാടുള്ളൂ. ദെൻ ഒരു വർഷം ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നത് 1,00,000 രൂപയാണ്. അതുപോലെ തന്നെ ഒരു മാസം വിഡ്രോ ചെയ്യുന്നതിന് 10,000 രൂപ വരെ മാത്രമേ വിഡ്രോവൽ പറ്റുള്ളൂ. 4 വിഡ്രോവൽ ATM വഴിയും ഇതിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു BSBDA പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതൊരു സേവിങ്സ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഒരു സേവിങ്സ് അക്കൗണ്ട് ബാങ്കിൽ ഉള്ള ഒരാൾക്ക് BSBDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി സേവിങ്സ് അക്കൗണ്ട് ഉള്ള ഒരാൾക്കും BSBDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബട്ട് വിത്ത് എ കണ്ടീഷൻ ദാറ്റ് എന്താണ്? ഇയാളുടെ സേവിങ്സ് അക്കൗണ്ട് BSBDA അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ BSBDA അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് BSBDA അക്കൗണ്ട് ആണ്. ദെൻ നമുക്ക് മറ്റു ഓപ്ഷൻസ് ഒന്ന് നോക്കാം. കാസ ഡെപ്പോസിറ്റ്സ്. കാസ എന്ന് പറയുമ്പോൾ കറണ്ട് അക്കൗണ്ടിന്റെയും സേവിങ്സ് അക്കൗണ്ടിന്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ കാസ ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. ദെൻ ഹൈബ്രിഡ് ഡെപ്പോസിറ്റ് എന്താണ്? ഹൈബ്രിഡിന് പറയുന്ന മറ്റൊരു പേരാണ് ഫ്ലെക്സി. ഹൈബ്രിഡ് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്ലെക്സി ഡെപ്പോസിറ്റ്സ്. ഫ്ലെക്സി എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന്? ഡിമാൻഡിന്റെയും ഫിക്സ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട് അല്ലെ? ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, നമുക്ക് ടൈം ഡെപ്പോസിറ്റ് ഉണ്ട്. ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ ഏതൊക്കെയാ വരുന്നത്? കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും ആണ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ വരുന്നത്. ടൈം ഡെപ്പോസിറ്റ് 2 ഉണ്ട്, FDയും RDയും. ഇതില് നമുക്ക് RD വരുന്നില്ല. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡിന്റെ 2 FDയുടെയും കൂടെ കോമ്പിനേഷനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. BSBDA നമ്മളിപ്പോ തന്നെ പറഞ്ഞതാണ്. ദെൻ സ്വീപ്പ് അക്കൗണ്ട്. സ്വീപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഒരു പുതിയ ടേം ആണ്. സ്വീപ്പ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സേവിങ്സ് അക്കൗണ്ടിന്റെയും FDയുടെയും രണ്ടിന്റെയും ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള അക്കൗണ്ടുകൾ നമ്മൾ പറയുന്ന പേരാണ് സ്വീപ്പ് അക്കൗണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്വീപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്ലാബ് ഫിക്സ് ചെയ്യാണ്. ഇത്ര എമൗണ്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 50,000 രൂപ സ്ലാബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 50,000 രൂപയിൽ കൂടുതൽ എത്ര രൂപ സേവിങ്സിലേക്ക് വന്നാലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ FDയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്ന അക്കൗണ്ടുകളെയാണ് സ്വീപ്പ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ എത്രയാണോ ബേസ് വെച്ചേക്കുന്നത് അത് മൊത്തമായിട്ട് അത്രയും എമൗണ്ട് മാത്രമേ സ്വീപ്പിലേക്ക് കറണ്ടിലേക്ക് സേവിങ്സിലേക്ക് എടുക്കുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് മൊത്തമായിട്ട് FDയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകും. അപ്പൊ രണ്ടിന്റെയും കൂടെ ഫീച്ചർ ആണ്. പിന്നെ നമുക്കറിയാം FD എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. എന്താണ്? നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ഇതിലെ മൊത്തം എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം എന്നുള്ളൊരു ഫെസിലിറ്റിയും കൂടെ എവിടെയുണ്ട്? ഈ സ്വീപ്പ് അക്കൗണ്ടിൽ ഉണ്ട്. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ,
Insolvency and Bankruptcy Code was passed in 2016, 2017, 2018, 2019. അപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പാസ്സാക്കിയത് 2016 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പാസ്സാക്കിയത്. അപ്പൊ എന്താണ് ഇൻസോൾവൻസി, എന്താണ് ബാങ്ക്രപ്സി? പലരുടെയും വിചാരം ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടോ? കുറച്ചു നാൾ മുമ്പ് വരെ എന്താണ് ഇൻസോൾവെന്റ് ആവാന്ന് പറഞ്ഞാലും ബാങ്ക്രപ്റ്റ് ആവാന്ന് പറഞ്ഞാലും സെയിം ആണെന്നാണ് ഏകദേശം കുറെ ആൾക്കാരൊക്കെ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇൻസോൾവൻസി എന്ന് ആദ്യം തന്നെ ഇൻസോൾവൻസി എന്താന്ന് നോക്കാം. നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് ഇൻസോൾവെന്റ് ആവാന്ന് പറഞ്ഞാൽ പാപ്പരാവുക അല്ലെ. പാപ്പരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലാത്ത അവസ്ഥേനല്ല നമ്മൾ പാപ്പരാവുക എന്ന് പറയുന്നത്. ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ ഒരാളുടെ എത്രയോ കടം അല്ലെങ്കിൽ ഡെപ്റ്റ് എത്രയാണോ ഉള്ളത് അത് മെച്യൂർ ആവുന്ന സമയത്ത് അത് വീട്ടാനുള്ള ഒരു കപ്പാസിറ്റി അയാൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെയാണ് ഇൻസോൾവെന്റ് എന്ന് പറയുന്നത്. ഒരാൾക്ക് 10 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് വിചാരിക്കൂ. ഈ 10 ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇൻസോൾവെന്റ് ആണ് അല്ലെ. അല്ലാണ്ട് 10 പൈസ കയ്യിലില്ലാണ്ടിരിക്കുന്ന അവസ്ഥയെല്ലാം നമ്മൾ പറയണത് എത്രയാണോ ഒരാൾക്ക് ഡെപ്റ്റ് ഉള്ളത് അത് കൊടുത്ത് തീർക്കാനുള്ള കപ്പാസിറ്റി ആൾക്കില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻസോൾവെന്റ് ആണെന്നാണ്, അല്ലെങ്കിൽ ഇൻസോൾവൻസി എന്ന് പറയുന്നു. ദെൻ ബാങ്ക്രപ്സി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരാള് കോർട്ടിന്റെ ഇടപെടൽ മൂലം നമുക്ക് എന്ത് ചെയ്യാം? പാപ്പർ ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് തരും. ഹർജി സാങ്ഷൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. അപ്പൊ കോർട്ടിന്റെ ഓർഡർ ഉള്ളതിനെയാണ് നമ്മൾ ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് പാസ്സാക്കിയത് 2016 ഈ ബാങ്ക്രപ്സിയുടെ കേസിൽ 2-3 കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട്. 3 തരത്തിലുള്ള ബാങ്ക്രപ്സി ആണുള്ളത്. കോർപ്പറേറ്റ് ബാങ്ക്രപ്സി, ഇൻഡിവിജ്വൽ ബാങ്ക്രപ്സി, ഗ്രൂപ്പ് ബാങ്ക്രപ്സി. 3 തരത്തിലുള്ള ബാങ്ക്രപ്സി നമുക്ക് ഉണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും അത്രമാത്രം പഠിച്ചു വെച്ചാൽ മതി. വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ സാധാരണ കേസിൽ ബാങ്ക്രപ്സി ഫയൽ ചെയ്യുന്നത് ആരായിരിക്കും? ബാങ്ക്രപ്സി ഡെപ്റ്റർ ആയിരിക്കും. ബാങ്ക്രപ്സി വേണമെന്നാൽ ബാങ്ക്രപ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കണമെന്ന് കോടതിയോട് പറയുന്നത് ആരായിരിക്കും? ഡെപ്റ്റർ ആയിരിക്കും. പക്ഷേ ഈ വേറൊരു കേസ് ഉണ്ട്, എന്താ പറയാ, ക്രെഡിറ്റേഴ്സ് തന്റെ ഡെപ്റ്ററിനെ ബാങ്ക്രപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബാങ്ക്രപ്സിനെ പറയുന്നതാണ് മാൻഡേറ്റ് ബാങ്ക്രപ്സി. സാധാരണ ഡെപ്റ്റേഴ്സ് ആണ് ബാങ്ക്രപ്സി അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷേ ഒരു ക്രെഡിറ്റർ സ്വന്തം ഡെപ്റ്ററുടെ പേരിൽ ബാങ്ക്രപ്സിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബാങ്ക്രപ്സിനെ പറയുന്ന പേരാണ് എന്ത്? മാൻഡേറ്റ് ബാങ്ക്രപ്സി. അപ്പോ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പാസ്സാക്കിയത് 2016. Okay, the next one, RBIOS was introduced in which year? Reserve Bank Integrated Ombudsman Scheme. RBIOS എന്താന്ന് ഓർത്ത് വെക്കുക. റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ആണ് RBIOS എന്ന് പറയുന്നത്. അപ്പൊ RBIOS ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷത്തിലാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2020, 1995, 2021, 2012. അപ്പൊ 2012. അപ്പൊ ഇതിന്റെ ആൻസർ എന്നാണ്? RBIOS ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2021 ഓപ്ഷൻ 3. 2021 RBIOS ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്താന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഓംബുഡ്സ്മാൻ എന്താ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്താന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. 1995 ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നു. ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്? കസ്റ്റമേഴ്സിന് ബാങ്കിങ് റിലേറ്റഡ് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓംബുഡ്സ്മാൻ വന്നത് അല്ലെ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്നത്. പിന്നീട് 2021 ഒരു 3 ഓംബുഡ്സ്മാൻ സ്കീമുകളെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം വന്നത് 2021. അപ്പൊ ഈ 3 സ്കീമുകൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ നമ്മൾ പറഞ്ഞു, ബാങ്കിങ് ഓംബുഡ്സ്മാൻ 1995 വന്നതെന്നുണ്ടെങ്കിലും അത് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2006 ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2006 ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമും ദെൻ
നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് 2018 ഓംബുഡ്സ്മാനും ഡിജിറ്റൽ പേയ്മെന്റ്സിന്റെ ഓംബുഡ്സ്മാൻ ഉണ്ട്. ഓംബുഡ്സ്മാൻ ഫോർ ഡിജിറ്റൽ പേയ്മെന്റ്സ് 2019. ഈ 3 ഓംബുഡ്സ്മാൻ സ്കീമും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് RBIOS വന്നത്. റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം RBIOS വന്നത് 2021. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ഡെഫ്. എന്താണ് ഡെഫ്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട്, ഡെപ്പോസിറ്റേഴ്സ് എലിമിനേഷൻ അവയർനെസ് ഫണ്ട്, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫിനാൻസ്, നൺ ഓഫ് ദീസ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 1 ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട് ആണ്. അപ്പൊ എന്താണ് ഡെഫ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ എക്സ്പാൻഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടാണ് ഡെഫ്. നമുക്കറിയാം ഒരു അക്കൗണ്ട് ഒരു പർട്ടിക്കുലർ ടൈം വരെ ഇനോപ്പറേറ്റീവ് ആയി ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ബാങ്ക് എന്ത് ചെയ്യും? ഇനോപ്പറേറ്റീവ് എന്ന് കണക്കാക്കും. 2 വർഷമായിട്ട് ഒരു അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡോർമെന്റ് അക്കൗണ്ടുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഡോർമെന്റ് അക്കൗണ്ടുകളായിട്ട് കണക്കാക്കും. പക്ഷെ ഒരു അക്കൗണ്ട് 10 വർഷമായിട്ടും, വർഷം ശ്രദ്ധിക്കുക, 10 വർഷമായിട്ടും ഇതില് യാതൊരുവിധ ട്രാൻസാക്ഷൻസും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് പോലും വരാറില്ല, ക്രെഡിറ്റില്ല ഡെബിറ്റില്ല ഒന്നുമില്ല. അങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ ഏതെങ്കിലും ക്രെഡിറ്റ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതായത് ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടിലേക്ക് മാറ്റണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റു ബാങ്കുകളോട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണിത്? ഇങ്ങനെ ഡോർമെന്റ് ആയിട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിസിഷൻ ആണിത്. ഡെഫ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടാണ്. അപ്പൊ എത്ര വർഷം നമ്മൾ പറഞ്ഞത്? 10 വർഷമായിട്ട് ഇനോപ്പറേറ്റീവ് ആയിട്ട് കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലുള്ള ക്രെഡിറ്റ് എത്രയെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് എങ്ങോട്ട് മാറ്റണം? ഡെഫിലേക്ക് മാറ്റണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺട്രിബ്യൂഷൻ പീരീഡ് ഓഫ് APY. 15 years, 20 years, 10 years, 12 years. അപ്പൊ കോൺട്രിബ്യൂഷൻ പീരീഡ് ആദ്യം തന്നെ APY എന്താന്ന് നോക്കാം. APY മീൻസ് അടൽ പെൻഷൻ യോജന. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പെൻഷൻ സ്കീമാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ ആദ്യം തന്നെ നോക്കാം, എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കോൺട്രിബ്യൂഷൻ പീരീഡ് ഓഫ് APIs 15 years, 20 years, 10 years, 12 years. ഇതിന്റെ ആൻസർ 20 years ആണ്. 20 വർഷമാണ് ഇതിന്റെ കോൺട്രിബ്യൂഷൻ പീരീഡ്. അപ്പൊ APY എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു പെൻഷൻ സ്കീമാണ്. പെൻഷൻ സ്കീം എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് സാധാരണ കേസിൽ പെൻഷൻ കിട്ടുക എത്ര വയസ്സ് തുടങ്ങിയാണ്? 60 വയസ്സ് തുടങ്ങിയാണ് നമുക്ക് പെൻഷൻ കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ഈ സാധാരണ 60 വയസ്സ് തുടങ്ങിയാണ് പെൻഷൻ കിട്ടേണ്ടത്. ഈ 60 വയസ്സ് തുടങ്ങി പെൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് പൈസ അടയ്ക്കണം അല്ലെ. സാധാരണ ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. ഇല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ഒന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആരെയും ആശ്രയിക്കാതെ അവസാന കാലത്ത് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മെഡിസിന് പോലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് അല്ലെ. മറ്റുള്ളവരൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അടൽ പെൻഷൻ യോജനയുടെ ഫീച്ചർ എന്ന് പറയുമ്പോൾ 18 വയസ്സ് തുടങ്ങി 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് സാധാരണ അടൽ പെൻഷൻ യോജന സ്കീമിൽ, അതായത് ഈ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഏജ് ഓർത്ത് വയ്ക്കുക, 18 വയസ്സ് തുടങ്ങി 40 വയസ്സ് വരെ. അപ്പോ ഈ 40 വയസ്സിൽ ഇവിടെ നിർത്തുകയാണ്. എന്തുകൊണ്ടാണ്? 20 വർഷമെങ്കിലും അവിടെ നമ്മുടെ പൈസ കിടന്നാൽ മാത്രമേ 60-ാം വയസ്സിൽ ചെറിയൊരു എമൗണ്ടിന്റെ പെൻഷനെങ്കിലും കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് തീരുമാനിക്കാം. ഇവിടെ പെൻഷൻ 5 തരത്തിലുള്ള പെൻഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം. 1000, 2000, 3000, 4000, 5000, 1000 തുടങ്ങി 5000 വരെയുള്ള ഈ 5 പറ്റുള്ളൂ. അതിന്റെ ഇടയിലൊന്നും പറ്റില്ല. അപ്പോ ഈ 5 പെൻഷൻ എമൗണ്ടിൽ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടും ഏത് ഏജിലാണോ നമ്മൾ പെൻഷൻ സ്കീം, അതായത് അടൽ പെൻഷൻ യോജന സ്കീമിൽ ജോയിൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടും നമുക്ക്
അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം. അപ്പൊ നമുക്ക് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലാണ്, രണ്ടെണ്ണം കൺസിഡർ ചെയ്തിട്ടാണ് ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രീമിയം എമൗണ്ട്, നമ്മൾ ചൂസ് ചെയ്യുന്ന പെൻഷൻ എമൗണ്ടും നമ്മൾ ഏത് പ്രായത്തിലാണോ ഈ പെൻഷൻ സ്കീം എടുക്കുന്നത്, ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 20 വർഷമെങ്കിലും അവിടെ നമ്മുടെ പൈസ മിനിമം ആണ് കേട്ടോ. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ 20ാമത്തെ വയസ്സിൽ അടൽ പെൻഷൻ യോജന ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ടിൽ നമുക്ക് ചെറിയൊരു പ്രീമിയം അടച്ചാൽ മതി, നമുക്ക് നല്ല രീതിയിലുള്ള പെൻഷൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതേസമയം 40ാമത്തെ വയസ്സിലാണ് കൊണ്ട് ഈ അടൽ പെൻഷൻ യോജനയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീമിയം എമൗണ്ട് വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അടൽ പെൻഷൻ യോജനയുടെ പ്രത്യേകത. അപ്പൊ കോൺട്രിബ്യൂഷൻ പീരീഡ് എന്ന് പറയുന്നത് 20 വർഷമാണ്, 20 years. The next question, RBI has stipulated certain norms and days for opening account and banks have to strictly follow them. എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് പറഞ്ഞിട്ടുണ്ട്? കുറച്ച് നോംസ് അല്ലെ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഓപ്പണിംഗ് അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എന്താണ് പറയാറുള്ളത്? KYC ആണോ, AML ആണോ, ഓംബുഡ്സ്മാൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. KYC അല്ലെ, നമ്മൾ ഏതൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും നമ്മൾ ഫില്ല് ചെയ്യേണ്ട, നമുക്കൊരു അറിയാം KYC ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പോൾ ആദ്യം തന്നെ അറിഞ്ഞു വെക്കുക KYC ഫോം. KYC എന്തിനു വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? KYC വന്നത് 2002 KYC ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തത് 2002. എന്തിനു വേണ്ടിയിട്ടാണ് KYC കൊണ്ടുവന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫ്രോഡുകൾ അല്ലെ, ഫ്രോഡ്സിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള KYCയുടെ ലക്ഷ്യം. രണ്ടാമത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബിനാമി അക്കൗണ്ടുകൾ അല്ലെ, ബിനാമി അക്കൗണ്ടുകളൊക്കെ ചേരാറുണ്ട്, ഒരാളുടെ പേരിൽ മറ്റൊരാൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അല്ലെ, ഇത് ഒഴിവാക്കുക. അതുപോലെ തന്നെ മണി ലോണ്ടറിങ് നമ്മൾ കേട്ടിട്ടുണ്ടോ, മണി ലോണ്ടറിങ് ഇത് ഒഴിവാക്കുക. അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? ഈ KYC കൊണ്ടുവന്നത്. KYC വന്നത് എന്നാണ് 2002. വേറൊരു കാര്യം, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമല്ല KYC ഫോം, നമ്മൾ ആദ്യം തന്നെ KYC ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, പക്ഷേ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതെല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല അല്ലെ. ഓരോ കസ്റ്റമേഴ്സും നമ്മൾ റിസ്ക് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ കസ്റ്റമേഴ്സിന്റെയും റിസ്ക് അനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിനെ 3 തരത്തിലുള്ള റിസ്കിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹൈ റിസ്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, മീഡിയം റിസ്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, ലോ റിസ്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഹൈ റിസ്ക് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ബാങ്കിനെ സംബന്ധിച്ചിട്ട് അവരെ കുറച്ചും കൂടെ അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ബാങ്ക് എപ്പോഴും ഭയങ്കര റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് ഹൈ റിസ്ക് കസ്റ്റമേഴ്സ്. അപ്പോൾ ഹൈ റിസ്ക് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ KYC അപ്ഡേഷൻ വരുന്നത് 2 വർഷത്തിൽ ഒരിക്കലാണ്, 2 വർഷത്തിൽ ഒരിക്കൽ. ദെൻ നെക്സ്റ്റ് വൺ, മീഡിയം റിസ്ക് കസ്റ്റമേഴ്സ്. മീഡിയം റിസ്ക് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ KYC അപ്ഡേഷൻ ആദ്യം 8 വർഷത്തിൽ ഒരിക്കലായിരുന്നു, ഇപ്പോൾ അത് 5 വർഷത്തിൽ ഒരിക്കലാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. മീഡിയം റിസ്ക് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ KYC അപ്ഡേഷൻ 5 വർഷത്തിൽ ഒരിക്കലാണ്. ദെൻ ലോ റിസ്ക് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? വലിയ റിസ്ക് ഒന്നുമില്ല, അവർ സാധാരണ ലോൺ എടുക്കുക, തിരിച്ചടയ്ക്കുക, ബാങ്കിന് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തതാണ് ലോ റിസ്ക് കസ്റ്റമേഴ്സ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കേസിൽ 10 വർഷത്തിൽ ഒരിക്കലാണ് KYC അപ്ഡേഷൻ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Section 58 of Transfer of Property Act 1882 defines 58 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 സെക്ഷൻ 58 എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഹൈപ്പോത്തക്കേഷൻ, മോർഗേജ്, പ്ലെഡ്ജ്, ബെയിൽമെന്റ്. ഇതിന്റെ ആൻസർ മോർഗേജ് ആണ് അല്ലെ. മോർഗേജ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. മോർഗേജ് പലതരത്തിലുള്ള മോർഗേജുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഇപ്പോ സിമ്പിൾ മോർഗേജ്, ഇംഗ്ലീഷ് മോർഗേജ്, കണ്ടീഷണൽ മോർഗേജ് അല്ലെ, യൂസ് ഫ്രാക്ചറി മോർഗേജ്, ഇക്വിറ്റബിൾ മോർഗേജ്, അങ്ങനെ പലതരത്തിലുള്ള മോർഗേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള റിവേഴ്സ് മോർഗേജ് അല്ലെ, നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് റിവേഴ്സ് മോർഗേജ്. ബാക്കിയെല്ലാം ഏകദേശം
സെയിം തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ ലോൺ എടുക്കുന്ന ലോൺ അല്ല, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലോൺ തന്നെ പറയാം. പക്ഷെ റിവേഴ്സ് മോർഗേജ് മാത്രം ഇതിന്റെ എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ ഹൈപ്പോത്തക്കേഷൻ, ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞ മോർഗേജ് ആണ്. ബാക്കി എന്താണ് ഹൈപ്പോത്തക്കേഷൻ? ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഹൈപ്പോത്തക്കേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് സർഫേസി ആക്ടിലാണ്, സർഫേസി ആക്ടില്. ദെൻ പ്ലെഡ്ജ്, ബെയിൽമെന്റ്, ഇത് രണ്ടും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാത്തിന്റെയും എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ സെക്ഷനുകളെല്ലാം പഠിച്ചു വെക്കുക. മോഡ്സ് ഓഫ് ചാർജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സംഭവമാണ് ഇത്. ഓക്കെ, the next one, DICGC provides guarantee up to. DICGC എത്രത്തോളമാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്? 5 ലക്ഷം, 5 lakhs, 2 lakhs, 1 lakhs, none of this. അപ്പൊ എന്താണ് DICGC? DICGC എല്ലാവർക്കും അറിയാം, ഡെപ്പോസിറ്റേഴ്സ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ് DICGC, ഡെപ്പോസിറ്റേഴ്സ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. DICGC ഫോം ചെയ്യുന്നത് 1978 DICGC ഫോം ചെയ്തത്. 1978 DICGC ഫോം ചെയ്തത്. ഇത് DIC അതായത് ഡെപ്പോസിറ്റേഴ്സ് ഇൻഷുറൻസ് കോർപ്പറേഷനും CGC ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് DICGC വന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് ഏതൊക്കെയായിരുന്നു? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. DICGC ഗ്യാരണ്ടി കൊടുക്കുന്നത് 5 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ DICGC ഫോം ചെയ്ത് എന്തിനാന്ന് നോക്കാം. പണ്ട് കാലത്തുള്ള ആൾക്കാര് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. അവരെങ്ങനെയായാലും അവരുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായാലും അവര് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്ത് ഇവരുടെ പൈസ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പോകുമോ, നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് ഡെപ്പോസിറ്റേഴ്സിന് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, ആൾക്കാരെ ബാങ്കിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യുക, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് DICGC ഫോം ചെയ്തത്. അപ്പോൾ ഈ DICGC ഫോം ചെയ്ത സമയത്ത് ദാറ്റ് ഈസ് 1978 ഇത് ഗ്യാരണ്ടി കൊടുത്തിരുന്നത് 1 ലക്ഷം രൂപയ്ക്ക് വരെ മാത്രമായിരുന്നു. പിന്നീടാണ് അത് 1 ലക്ഷം എന്നുള്ളത് മാറ്റി 5 ലക്ഷം രൂപയാക്കിയത്. ഓക്കെ, അപ്പൊ DICGCയുടെ പ്രൊട്ടക്ഷൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഒരു ബാങ്കില് 2 അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ഈ മാക്സിമം എമൗണ്ട് നമ്മൾ പറഞ്ഞു 5 ലക്ഷമാണ് എന്ന് പറഞ്ഞു. 5 ലക്ഷം എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും അടക്കമാണ് 5 ലക്ഷം. ഫോർ എക്സാമ്പിൾ, ഒരാള് 5 ലക്ഷം രൂപ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റും കൂടിയിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഒരു 5,50,000 രൂപ ആയിട്ടുണ്ടെന്ന് വിചാരിക്കൂ. പക്ഷെ ഇയാൾക്ക് എത്ര രൂപയുടെ കവറേജ് മാത്രമേ കിട്ടുള്ളൂ? 5 ലക്ഷം രൂപയുടെ കവറേജ് മാത്രമേ കിട്ടുള്ളൂ. വേറൊരു കേസ്, ഒരാൾക്ക് ഒരു ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ടിലും 5 ലക്ഷം രൂപയിൽ കൂടുതലുണ്ട്. പക്ഷെ എന്തിനു മാത്രമേ എത്ര അക്കൗണ്ടുകൾ ഉണ്ടായാലും ഒരു ബാങ്കില് ഒരാൾക്ക് മാക്സിമം 5 ലക്ഷം രൂപയുടെ കവറേജ് വരെ മാത്രമേ കിട്ടുള്ളൂ. അതേസമയം 2 ബാങ്കിലാണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളതെന്നുണ്ടെങ്കിലോ ആ 2 ബാങ്കിൽ നിന്നും കവറേജ് കിട്ടും. ഓക്കെ, അപ്പം DICGC വന്ന വർഷം ഓർത്ത് വയ്ക്കുക 1978 1978 ആണ്. DICGCയുടെ കവറേജ് എമൗണ്ട് 5 ലക്ഷം രൂപയാണ്. ജനറൽ ക്രോസിംഗ് ഡീൽസ് വിത്ത് സെക്ഷൻ. ഇത് മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്രോസിംഗ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ചെക്കുകൾ ക്രോസ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാ? ചെക്കിന് കുറച്ചും കൂടെ അഡീഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെക്കുകൾ ക്രോസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ എല്ലാവരും പഠിച്ചു വയ്ക്കുക, എല്ലാത്തിന്റെയും ബാങ്കിങ്ങിന്റെ സെക്ഷൻസ്, RBIയുടെ സെക്ഷൻസ് ഉണ്ട്, NIയുടെ സെക്ഷൻസ് ഉണ്ട്, BRന്റെ സെക്ഷൻസ് ഉണ്ട്. ആദ്യമൊന്നും നമുക്ക് അങ്ങനെ സെക്ഷനുകളൊന്നും ചോദിക്കാറില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് പല പ്രാവശ്യമായിട്ട് സെക്ഷനുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ സെക്ഷനുകൾ, പറ്റാവുന്ന സെക്ഷനുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് NI ആക്ടിലെ സെക്ഷൻസ് നല്ലോണം പഠിച്ചു വെക്കുക. അപ്പം
NI ആക്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ലെ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ മെയിൻ ആയിട്ട് 3 വരുന്നത് ഏതൊക്കെയാ? പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. നമ്മള് PBC എന്ന് പറയാറുണ്ട്, 4, 5, 6 അല്ലെ. അങ്ങനെ അടുപ്പിച്ച് വരുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കില്ല. അല്ലാണ്ട് ഓരോന്ന് പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അടുപ്പിച്ച് വരുന്നത് പഠിക്കുക. അപ്പോ നമ്മുടെ ജനറൽ ക്രോസിംഗ് എന്താണ് ഡീൽ ചെയ്യുന്നത്? സെക്ഷൻ 123 ആണോ, സെക്ഷൻ 122 ആണോ, സെക്ഷൻ 124 ആണോ, നൺ ഓഫ് ദിസ് ആണോ? ജനറൽ ക്രോസിംഗ് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 123 ആണ്. 123 ജനറൽ ക്രോസിംഗ് ഡീൽ ചെയ്യുന്നത്. Then next one, Dash is the largest financial messaging system in the world. Dash is the largest financial messaging system in the world. NPCI, RTGS, IMPS, SWIFT. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഫിനാൻഷ്യൽ മെസ്സേജിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് NPCI ആണോ? അല്ല. RTGS ആണോ? അല്ല. IMPS ആണോ? അല്ല. ഇതിന്റെ ആൻസർ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് അല്ലെ. സ്വിഫ്റ്റിലാണ് മെസ്സേജുകൾ അയക്കുന്നത്. NPCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എക്സാമിന് ചോദിക്കാറുള്ളതാണ് NPCI. This is the umbrella organization of all retail payments in India. ഇന്ത്യയിലുള്ള എല്ലാ റീറ്റെയിൽ പേയ്മെന്റുകളുടെ കാര്യങ്ങൾ നോക്കുന്നതിന്റെയും അംബ്രല്ല ഓർഗനൈസേഷൻ ആയിട്ട് അറിയപ്പെടുന്നതാണ് NPCI. ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. NPCI. It is the umbrella organization of all retail payments in India. The next one, RTGS. നമുക്കറിയാം, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം. എന്താണ്? ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡ് ആണ്. Then IMPS നമുക്ക് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സിസ്റ്റം. അപ്പൊ എന്താണ്? ഇതും ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡ് ആണ്. സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരിക്കലും ഫണ്ട് ട്രാൻസ്ഫർ അല്ല നടക്കുന്നത്. ഇവിടെ എന്താണ്? ജസ്റ്റ് മെസ്സേജുകളാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മെസ്സേജുകൾ സെക്യൂർ ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിഫ്റ്റ് കൊണ്ടുവന്നത്. സ്വിഫ്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. അപ്പോ സ്വിഫ്റ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സ്വിഫ്റ്റില് മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്നത് എൻക്രിപ്റ്റഡ് ഫോമിലാണ്. എൻക്രിപ്റ്റഡ് ഫോം എന്താണെന്ന് അറിയാലോ അല്ലെ. അയക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും മാത്രം മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു കോഡ് വെച്ചിട്ടാണ് സ്വിഫ്റ്റിൽ മെസ്സേജുകൾ അയക്കുന്നത്. അപ്പൊ സ്വിഫ്റ്റ് കോഡ് ഒന്നുകിൽ 8 ഡിജിറ്റ് അല്ലെങ്കിൽ 8 ക്യാരക്ടർ അല്ലെങ്കിൽ 11 ക്യാരക്ടർ ആയിരിക്കും അത് ചെയ്യാറുള്ളത്. സ്വിഫ്റ്റില് മെസ്സേജുകൾ അയക്കുമ്പോൾ ഒന്നുകിൽ ഒരു 8 ക്യാരക്ടർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 11 ക്യാരക്ടർ ആയിരിക്കും. നമുക്ക് 11 ക്യാരക്ടർ നോക്കാം. ആദ്യത്തെ 4 നമ്മൾ പറഞ്ഞു 11 ക്യാരക്ടർ ആണ്. അതിൽ ആദ്യത്തെ 4 ബാങ്ക് കോഡ് ആയിരിക്കും. ആദ്യത്തെ 4 ബാങ്ക് കോഡ്. ദെൻ നെക്സ്റ്റ് 2 കൺട്രി കോഡ്, നെക്സ്റ്റ് 2 ലൊക്കേഷൻ കോഡ്, നെക്സ്റ്റ് 4 ബ്രാഞ്ച് കോഡ്. ഇങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല, മെസ്സേജുകൾ മാത്രമാണ് സ്വിഫ്റ്റില് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Okay, next question. When a bank accepts the check for collection, he should follow the instructions of the options: drawer, drawee, agent. None of this. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഒരു ബാങ്ക് കളക്ഷന് ചെക്ക് എടുക്കുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ഡ്രോയറുടെ ആണോ, ഡ്രോയിയുടെ ആണോ, ഏജന്റിന്റെ ആണോ? ഇതിൽ ആരുടെയും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരാണോ ചെക്ക് ഡ്രോ ചെയ്യുന്നത്. വൺ ഹു ഡ്രോസ് ദ ചെക്ക് ഇസ് കോൾഡ് ഡ്രോയർ. ആരാണോ ചെക്ക് ഡ്രോ ചെയ്യുന്നത്, ആരാണ് വൺ ഹു മേക്സ് ദ ചെക്ക് ഇസ് കോൾഡ് ഡ്രോയർ. ഡ്രോയി എന്ന് പറയുമ്പോൾ ആർക്കാണോ ചെക്ക് എഴുതി കൊടുക്കുന്നത് അവരെ പറയുന്ന പേരാണ് ഡ്രോയി അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് ബാങ്ക് ഫോളോ ചെയ്യേണ്ടത്? നമുക്കറിയാം, ആരാണോ ചെക്ക് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വൺ ഹു മേക്സ് ദ ചെക്ക് അല്ലെങ്കിൽ വൺ ഹു ഡ്രോസ് ദ ചെക്ക് അല്ലെ, അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടത്. Then next question, current deposits are also called time deposits, term deposit, running deposit, none of this. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ ആയിട്ട് 2 തരത്തിലുള്ള ഡെപ്പോസിറ്റുകളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റും പിന്നെ എന്താ നമ്മൾ പറയണത്?
ഡിമാൻഡ് ഡെപ്പോസിറ്റുകളും അല്ലെ. ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ വരുന്ന രണ്ടെണ്ണാണ് ഏത്? സേവിങ്സ് അക്കൗണ്ടുകളും കറണ്ട് അക്കൗണ്ടുകളും. പിന്നെ ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അവിടെ FDയും RDയും ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റും ആണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കറണ്ട് ഡെപ്പോസിറ്റിന് പറയുന്ന മറ്റു പേരുകൾ. ടൈമും ടേമും സെയിം തന്നെയാണ്. സെയിം തന്നെ. എന്തിനെ പറയുന്ന പേരാണ്? ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോ നമ്മുടെ കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റിന് പറയുന്ന പേരാണ് റണ്ണിങ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റണ്ണിങ് അക്കൗണ്ട് നമ്മൾ പറയാറുണ്ട്. ചെക്കിംഗ് അക്കൗണ്ടുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ കറണ്ട് അക്കൗണ്ടിന് പറയുന്ന രണ്ട് പേരുകൾ എന്താണ്? റണ്ണിങ് അക്കൗണ്ട് അല്ലെങ്കിൽ ചെക്കിംഗ് അക്കൗണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ റണ്ണിങ് അക്കൗണ്ട് അല്ലെങ്കിൽ ചെക്കിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഈ കറണ്ട് അക്കൗണ്ടുകൾ നമുക്കറിയാമെന്ന ട്രാൻസാക്ഷൻ ലിമിറ്റ് വെച്ചിട്ടില്ല. എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം. അതായത് എത്ര വിഡ്രോ ചെയ്യലിനായാലും അങ്ങനെ എന്തിനായാലും ഒന്നിനും ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റണ്ണിങ് അക്കൗണ്ട്. ഫുൾ ടൈം അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, എപ്പോഴും അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റണ്ണിങ് അക്കൗണ്ട് അല്ലെങ്കിൽ ചെക്കിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ള ഒരേ ഒരു അക്കൗണ്ട് ആണ് എന്ത്? കറണ്ട് അക്കൗണ്ടുകൾ. The next question, the official proof of disorder of negotiable instrument. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണ്? ഡിസോണർ ആയി കഴിഞ്ഞാൽ, ഡിസോണർ ആയി എന്നുള്ളതിന്റെ പ്രൂഫ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അക്സെപ്റ്റിംഗ്, നോട്ടിംഗ്, റിന്യൂവിംഗ്, എൻഡോഴ്സിംഗ്. ഇതിന്റെ ആൻസർ എന്താണ്? നോട്ടിംഗ്. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടിംഗ് ചെയ്യണം. നോട്ടിംഗ് സാധാരണ ചെയ്യാറുള്ളത് നോട്ടറി പബ്ലിക് ആണ് നോട്ടിംഗ് ചെയ്യാറുള്ളത്. ഇതിൽ നോട്ടിംഗ് ചെയ്യുമ്പോൾ നോട്ടറി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൊട്ടസ്റ്റ്. പ്രൊട്ടസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയി എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നോട്ടിംഗ് ചെയ്യണം. The next one, in camels, A stands for. camels വളരെ ഇമ്പോർട്ടന്റ് ആണ്. camels rating അല്ലെ. camels rating നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും. camels പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. CO, AO, MO, EO, LO, SO. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A എന്താണെന്നാണ്. ആക്യുറസി, അസറ്റ് ക്വാളിറ്റി, ആഡിക്വസി, നൺ ഓഫ് ദീസ്. അപ്പൊ എന്താണ് A എന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ അസറ്റ് ക്വാളിറ്റി ആണ്. അസറ്റ് ക്വാളിറ്റി. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. C എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആഡിക്വസി. ദെൻ A അസറ്റ് ക്വാളിറ്റി. M എന്താണ്? മാനേജ്മെന്റ് എഫിഷ്യൻസി. E എന്താണ്? ഏർണിങ്സ്. L ലിക്വിഡിറ്റി. S സെൻസിറ്റിവിറ്റി എന്നും പറയാറുണ്ട്. സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നും പറയാറുണ്ട്. camels റേറ്റിംഗ് എന്തിനു വേണ്ടി? ബാങ്കുകളുടെ പെർഫോമൻസിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ പെർഫോമൻസ് നല്ലതാണോ അതിനെ അസസ് അതിന് വേണ്ടിയിട്ടാണ് camels റേറ്റിംഗ്. ഓരോ ബാങ്കുകൾ റേറ്റ് ചെയ്യുക അല്ലെ. 1 തുടങ്ങി 5 വരെയാണ് camels റേറ്റിംഗിൽ ഇഷ്യൂ ചെയ്യാറുള്ളത്. 1 എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റിനും 5 ഏറ്റവും വേസ്റ്റിനും കൊടുക്കുന്നതാണ് camels റേറ്റിംഗ്. Then dash banking is a strategy used by the banks to strengthen customer loyalty. Mixed banking, correspondent banking, relationship banking, universal banking. എന്താണ്? dash banking is a strategy used to strengthen the customer loyalty. കസ്റ്റമേഴ്സിന്റെ ലോയൽറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ റിലേഷൻഷിപ്പ് ബാങ്കിങ് ആണ്. കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിച്ച് കസ്റ്റമേഴ്സിന് എന്താ വിധേയത്വം അല്ലെ, വിധേയനാക്കി എടുക്കുകയാണ്. വൺസ് നമ്മുടെ ബാങ്കിലേക്ക് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിനെ ബാങ്കിലേക്ക് വരാനായിട്ടുള്ള ഒരു ഇതിൽ ആക്കിയെടുക്കുക. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം, ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് എംപ്ലോയീസ് അത്ര വലിയ കസ്റ്റമേഴ്സിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഏതൊരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കുക. എനിവേ ബാങ്ക് എംപ്ലോയീസ് ആയാലും നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. ബിക്കോസ് എന്താണ്? ഓരോ കസ്റ്റമേഴ്സിനും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ബാങ്കിന്റെയും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അപ്പൊ റിലേഷൻഷിപ്പ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. എന്ത്? കസ്റ്റമേഴ്സിന് അവർക്ക് എന്താണോ ആവശ്യം അത് മാക്സിമം പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് കസ്റ്റമേഴ്സിനെ നമ്മുടെ ബാങ്കിൽ തന്നെ നിലനിർത്തുക, നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് ബാങ്കിങ്ങിൽ വരുന്നത്. റിലേഷൻഷിപ്പ് ബാങ്കിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് കൺസ്യൂമർ ബാങ്കിങ് അല്ലെങ്കിൽ പേഴ്സണൽ ബാങ്കിങ്. ഓർത്ത് വെക്കുക. റിലേഷൻഷിപ്പ് ബാങ്കിങ്ങിന് പറയുന്ന മറ്റു 2 പേരുകളാണ് എന്താണ്? കൺസ്യൂമർ ബാങ്കിങ്ങും പേഴ്സണൽ ബാങ്കിങ്ങും. ഓക്കെ. The next one, the
concept of banker's check was introduced by SBI in the concept of banker's check 1976, 1975, 1980, 1979. ഈ SBI ബാങ്കേഴ്സ് ചെക്ക് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് 1979 1979 നമ്മൾ DD എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. DD ബാങ്കേഴ്സ് ചെക്കിന്റെ മറ്റൊരു പേരാണ് DD എന്നാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെ. അപ്പൊ SBI ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1979. Then next question, RBI was started functioning with an initial capital of rupees. Reserve Bank of India start ചെയ്തപ്പോ അതിന്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് 10 കോടി, 50 കോടി, 5 കോടി, 25 കോടി, 5 crore അല്ലെ. 5 കോടി രൂപ വെച്ചിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് എന്ത് ബാങ്ക് ആയിട്ടായിരുന്നു? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടായിരുന്നു. പിന്നീടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. 1935 April 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് അറിയാം. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തു. അതായത് ആദ്യം ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടായിരുന്നു ഇത് തുടങ്ങിയത്. ദെൻ 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്തു. നാഷണലൈസ് ചെയ്യുക അറിയാലോ അല്ലെ. ഗവൺമെന്റ് ഭൂരിഭാഗം ഷെയറുകൾ വാങ്ങിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ നാഷണലൈസ്, ഫുൾ കൺട്രോൾ ഗവൺമെന്റിന്റെ കീഴിൽ വരിക. അപ്പോ റിസർവ് നമ്മൾ പിന്നെ വേറൊരു കാര്യം ഓർത്തിക്കാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേര് എല്ലാവരും ഓർത്ത് വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, there is a request made by the central bank to commercial bank. എന്താണ്? സെൻട്രൽ ബാങ്കുകള് കൊമേഴ്സ്യൽ ബാങ്കുകളോട് കൊടുക്കുന്ന റിക്വസ്റ്റ് എന്താണ്? മോറൽ സുവേഷൻ, ഡയറക്റ്റ് ആക്ഷൻ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്രെഡിറ്റ് ഓഥറൈസേഷൻ സ്കീം. നമ്മള് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വെപ്പൺസ് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. ക്വാളിറ്റേറ്റീവിന് പറയുന്ന മറ്റൊരു പേരാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവില് വരുന്നത് ഏതൊക്കെയാണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതെല്ലാം വരുന്നത് ക്വാണ്ടിറ്റേറ്റീവിലാണ്. ക്വാളിറ്റേറ്റീവില് വരുന്ന കുറച്ച് സംഭവങ്ങളാണ് എന്ത്? ഇത് മോറൽ സുവേഷൻ, ഡയറക്റ്റ് ആക്ഷൻ ഇതൊക്കെ വരുന്നത് ക്വാളിറ്റേറ്റീവില് വരുന്നതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. ഇറ്റ്സ് എ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ടു കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കുകളോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന റിക്വസ്റ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? മോറൽ സുവേഷൻ. മോറൽ സുവേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്താണ് മോറൽ സുവേഷൻ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, it's a request made by the Reserve Bank of India to commercial bank. എന്ത് പറഞ്ഞുകൊണ്ടുള്ള റിക്വസ്റ്റ് ആണ്? നോട്ട് ടു ഗിവ് ലോൺ ഫോർ അൺപ്രൊഡക്റ്റീവ് പർപ്പസ്. ഒരിക്കലും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോണുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിക്വസ്റ്റിനെയാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ആക്ഷനുകളാണ്, ഡയറക്ഷൻ കൊടുക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ഒരു കേസിൽ മാത്രമാണ് എന്ത്? റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, NABARD Act was passed in the year 1982, 1983, 1981, 1980. NABARD ഫോം ചെയ്തത് 1982 നബാർഡിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ക്രാഫിക് കാർഡ് കമ്മിറ്റി അല്ലെങ്കിൽ B. ശിവരാമൻ കമ്മിറ്റി. എല്ലാവരും ഓർത്ത് വയ്ക്കാം, പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ 1982 നബാർഡ് വന്നത്. പക്ഷെ ആക്ട് പാസ്സാക്കിയത് 1981. B. ശിവരാമൻ കമ്മിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ക്രാഫിക് കാർഡ് കമ്മിറ്റി. The next one, debtor's debtor is called debtor's debtor. In the case of garnishee നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു കേസിൽ ഡെപ്റ്റേഴ്സ് ഡെപ്റ്റർ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്നാണ്. നമ്മുടെ ഗാർണിഷി ഓർഡർ എന്താന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ആദ്യം തന്നെ അതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഗാർണിഷർ, ഗാർണിഷി, കോർട്ട്, നൺ ഓഫ് ദീസ് അല്ലെ. അപ്പം ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മെയിൻ ആയിട്ട് 3 ആൾക്കാരാണെങ്കിലും 3 പാർട്ടീസ് ആണ് ഉണ്ടാവുക. അതിലെ ആരൊക്കെയാണ് 3 പാർട്ടീസ് ഉണ്ടാവുക? പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ, പിന്നെന്താ? ഗാർണിഷി. അങ്ങനെ 3 ആൾക്കാരാണ് ഉണ്ടായിരിക്കുക. ഗാർണിഷി എന്ന് പറയുന്നത് ആരെയാണ്? ബാങ്കിനെയാണ് ഗാർണിഷി എന്ന് പറയുന്നത്. ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നമുക്ക് പറയാൻ, ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമുക്ക് നേരില്ല.
അപ്പൊ എന്താണ്, കോർട്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. എന്താണ്, ഈ ബാങ്കിനോട് ഗാർണിഷി എന്ന് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ ഗാർണിഷി ഓർഡർ ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ഗാർണിഷി എന്ന് പറയുന്നത് ബാങ്കിനെയാണ്. കോർട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഓർഡർ, 2 ഓർഡറുകൾ ഉണ്ട് ഗാർണിഷി ഓർഡറിൽ, 2 ഉണ്ട്. ഓർഡർ നിസ്സി ഉണ്ട്, ഓർഡർ അബ്സല്യൂട്ട് ഉണ്ട്. ഓർഡർ നിസ്സി ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓർഡർ നിസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് പേയ്മെന്റ് ഓർഡർ. അതായത് ഡെപ്റ്ററുടെ എത്ര രൂപയാണോ ബാങ്കിൽ ഉള്ളത് അതിന്റെ ഫുൾ ട്രാൻസാക്ഷൻസും ഡെപ്റ്ററുടെ ഈ അക്കൗണ്ടിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഓർഡറിന് പറയുന്ന പേരാണ് ഓർഡർ നിസ്സി. രണ്ടാമത്തെ ഓർഡർ ആണ് ഓർഡർ അബ്സല്യൂട്ട്. ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ എത്ര രൂപയാണോ ഇയാളുടെ ഡെപ്റ്ററുടെ അക്കൗണ്ടിലുള്ളത് അത് റിട്ടേൺ ചെയ്ത് കോർട്ടിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. The next one, loss due to negligence in the case of bailment of goods, they shall be liable for the loss. എന്താണ് ബെയിൽമെന്റ്? എന്താണെന്ന് നമുക്കറിയാം. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സംഭവം മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. സാധാരണ കൈമാറ്റമല്ല. ശ്രദ്ധിക്കുക, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഒരു സാധനം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക. ഇതൊക്കെ ബെയിൽമെന്റ് കറക്റ്റ് അതല്ല, ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ എന്താ ബെയിൽമെന്റ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ എപ്പോഴാണോ ഇതിന്റെ ആവശ്യം കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത് കൊടുത്തത്, ഒരു മൊബൈൽ ഫോൺ നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തു വിചാരിക്കുക. ആ റിപ്പയർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പയർ ചാർജ് കൊടുക്കുന്നത് വരെ ഈ ഒരു പ്രോപ്പർട്ടി, നമ്മൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഈ മൊബൈൽ ഫോൺ പിടിച്ചു വെക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ റിപ്പയർ ചെയ്ത ആൾക്കുണ്ട്. ഇതിനാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ചാർജ് കിട്ടുന്നത് വരെ പിടിച്ചു വെക്കാനുള്ള അവകാശം ബെയിലർക്കാണോ ബെയിലിക്കാണോ? ബെയിലി ആരുടെ കയ്യിലേക്കാണോ നമ്മൾ കൊടുക്കുന്നത് അവരെ പറയുന്ന പേരാണ് ബെയിലി. അപ്പൊ ബെയിലി എന്ത് ചെയ്യണു? ബെയിലി ചെയ്ത സർവീസിനുള്ള ചാർജ് കിട്ടുന്നത് വരെ പിടിച്ചു വെക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്താ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണത്? ഈ ഒരു പ്രോപ്പർട്ടി ബെയിൽമെന്റ് നടത്തി കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ആരുടെ കയ്യിലാണ്? ബെയിലിയുടെ കയ്യിലാണ് അല്ലെ. അപ്പൊ ബെയിലി അത് എന്ത് ചെയ്യാനുള്ള അവകാശം ഉണ്ട്? സൂക്ഷിച്ചു വെക്കാനുള്ള റൈറ്റ്. അത് ബെയിലിയുടെ ഉത്തരവാദിത്വം എന്ന് പറയാം നമുക്ക്. ഈ ബെയിലറ് പൈസ തരുന്നത് വരെ ബെയിലിയെ കയ്യിൽ വെക്കാം, പക്ഷെ സൂക്ഷിച്ചു വെക്കണം. ഷാൽ ബി ലയബിൾ. ഈ ഗുഡ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബെയിലർക്കായിരിക്കില്ല അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, ബെയിലിക്കായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയിലിയുടെ കയ്യിലായിരുന്നു ആ സംഭവം. അത് കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടി ആയിരുന്നു? ബെയിലിയുടെ ഡ്യൂട്ടി ആയിരുന്നു. ഓക്കെ. The next one, BIS was founded in 1930, 1929, 1935, 1932. BIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ആണ്. BIS, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്. അപ്പൊ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ഫോം ചെയ്തത് 1930-ലാണ്. 1930-ലാണ് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ഫോം ചെയ്തത്. ഇത് നമ്മൾ ഇന്റർനാഷണലി ഉള്ള ബാങ്കുകൾ, ഇതിന്റെ ഹെഡ് ക്വാർട്ടർ ഇത് ഫോം ചെയ്തത് ബേസൽ നോംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ബേസൽ സ്വിറ്റ്സർലൻഡിലെ ഒരു സ്ഥലമാണ് ബേസൽ. അവിടെയാണ് BIS ഫോം ചെയ്തത്. ഇന്റർനാഷണലി ബാങ്കുകൾക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് BIS ഫോം ചെയ്തത്. BIS ഫോം ചെയ്തത് 1930-ലാണ്. The next one, branch banking is another name given to. Branch banking is another name given to localized banking, delocalized banking, offshore banking, none of this. എന്താണ് ബ്രാഞ്ച് ബാങ്കിങ്? ഇതിന് ഏത് പേരാണ്? ലോക്കലൈസ്ഡ് ആണോ, ഡീലോക്കലൈസ്ഡ് ആണോ, ഓഫ് ഷോർ ആണോ, നൺ ഓഫ് ദിസ് ആണോ? ബ്രാഞ്ച് ബാങ്കിന് പറയുന്ന മറ്റൊരു പേരാണ് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിന് പറയുന്ന മറ്റൊരു പേര് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. അപ്പൊ എന്താണ് ഈ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയാൻ കാരണം? ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, അതവിടെ നിന്നിട്ട് ബാക്കി പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഫങ്ഷൻ ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച് ബാങ്കിങ്. ഇപ്പൊ പല സ്ഥലത്തായിരിക്കും ബ്രാഞ്ചസ് ഉണ്ടാവുക, പക്ഷെ ഫുൾ കൺട്രോൾ എവിടെയായിരിക്കും? രജിസ്റ്റേർഡ് ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലേക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട്
പല പല സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ, അത് പല പല സ്ഥലത്ത് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രാഞ്ച് ബാങ്കിങ്ങിനെ നമ്മൾ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നും പറയാറുണ്ട്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏത് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ആണ് അല്ലെ. പിന്നെ വേറൊരു കേസ് ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത് ഏത് ബാങ്കിങ് ആയിരിക്കും? യൂണിറ്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് എന്താണ്? ഒരൊറ്റ ഓഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവർക്ക് ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഒരൊറ്റ ഓഫീസ് അവിടെ ഫംഗ്ഷൻ ചെയ്യാൻ, അതിന്റെ ചുറ്റുവട്ടത്ത് മാത്രമേ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. ദെൻ ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, വേറൊരു രാജ്യത്തെ കറൻസീസ് വെച്ച് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ബാങ്കുകളെ ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ ബ്രാഞ്ച് ബാങ്കിന് പറയുന്ന മറ്റൊരു പേരാണ് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. Then SARFAESI Act came into force from 2003, 2004, 2002, 2005. SARFAESI Act നിലവിൽ വന്നത് 2002-ലാണ്. 2002 SARFAESI Act നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്. SARFAESI Act ഡെപ്റ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട് വന്നതാണ് SARFAESI Act. നോൺ പെർഫോമിംഗ് അസറ്റ്, ബാങ്കുകളെ തിരിച്ചടയ്ക്കാത്ത ലോണുകള് അല്ലെങ്കിൽ അസറ്റുകൾ, ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? ആസറ്റ് റിക്കവർ ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് കോർട്ടിന്റെ ഇടപെടല്, പണ്ട് കാലത്തൊക്കെ കോർട്ടിന്റെ ഇടപെടൽ എന്ന് പറയുമ്പോൾ കോർട്ട് നമുക്കറിയാം കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 5 വർഷം മിനിമം കേട്ടോ, അതിങ്ങനെ കൂടി വരും. ബാങ്കിന് അത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിത്തൗട്ട് ദ ഇന്റർഫിയറൻസ് ഓഫ് കോർട്ടിന്റെ ഇടപെടൽ ഇല്ലാതെ സർഫേസി ആക്ട് വഴി ബാങ്കിന് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാം എന്നുള്ളത് കൊണ്ടുവന്ന് സർഫേസി ആക്ടിലാണ്. സർഫേസി ആക്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ലോൺ എമൗണ്ടിന്റെ 20% അടയ്ക്കാനുള്ളൂ. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്, അതിന്റെ 80% അടച്ചു തീർത്തു, ബാക്കി 20% കൂടി അടയ്ക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ സർഫേസി ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ മാത്രമേ അടയ്ക്കാനുള്ളൂ, ബാക്കി എല്ലാ എമൗണ്ട് അടച്ചു തീർത്തുവെങ്കിൽ സർഫേസി ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ അഗ്രികൾച്ചറൽ ലാൻഡിൽ സർഫേസി ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ വൺ മോർ കണ്ടീഷൻ, ഈ ലാൻഡ് എന്തായിരിക്കണം? നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ സർഫേസി ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ വൺ മോർ, അത് സെർസായി, പുതിയതായിട്ട് വന്നതാണ് സെർസായി. 2011 സെർസായി, ഇറ്റ്സ് എ സെൻട്രൽ രജിസ്ട്രി. സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആണ് സെർസായി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സർഫേസി ആക്ടിന്റെ സെക്ഷൻ 20-ലാണ്. സർഫേസി ആക്ടിന്റെ സെക്ഷൻ 20-ലാണ് സെർസായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെർസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ രജിസ്ട്രി ആണ്. ഇത് എന്തിനാ വന്നതെന്ന് ഒന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. സെർസായി വന്നത് പണ്ട് കാലത്ത് ഒരു പ്രോപ്പർട്ടി വെച്ച് തന്നെ ആൾക്കാർ പല പല ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിരുന്നു അല്ലെ. അപ്പൊ ബാങ്കുകൾ ചീറ്റ് ചെയ്തിരുന്നു പണ്ട് കാലത്ത്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെർസായി വന്നത്. ഈ സെർസായിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ ഒരു പ്രോപ്പർട്ടി ലോണായിട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം എവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും? സെർസായിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ എന്താണ്, ഒരു ബാങ്കില് ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ സെയിം പ്രോപ്പർട്ടി വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് ലോൺ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് സെർസായി വന്നത്. അപ്പോൾ സർഫേസി ആക്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർസായിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകൾക്ക് അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സർഫേസി ആക്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മാക്സിമം എമൗണ്ട് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ത്രൂ നെഫ്റ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാവുന്നതിന്റെ മാക്സിമം ലിമിറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2 lakhs, 1 lakhs, നോ ലിമിറ്റ്, നൺ ഓഫ് ദിസ്. നെഫ്റ്റ് എന്താണ്? നെഫ്റ്റ് എല്ലാവർക്കും അറിയാലോ, നെഫ്റ്റ് അല്ലെ. നെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മോഡാണ് നെഫ്റ്റ്. RTGS, IMPS, UPA എല്ലാം എന്താണ്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മോഡാണ് നെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. EFT, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് നെഫ്റ്റ്. ഇതിന്റെ മിനിമം ആൻഡ് മാക്സിമം ലിമിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നോ ലിമിറ്റ് ആണ്. മിനിമം നമുക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ 0 അല്ലെങ്കിൽ നോ ലിമിറ്റ് എന്ന് തരും, അല്ലെങ്കിൽ 1 rupee എന്ന് തന്നാലും അത് തന്നെയാണ് നമുക്ക് ആൻസർ. ദെൻ മാക്സിമം ലിമിറ്റ് ഒരിക്കലും നെഫ്റ്റിന് കൊടുത്തിട്ടില്ല. അപ്പോൾ മാക്സിമം എമൗണ്ട് നെഫ്റ്റ് വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതിന്റെ മാക്സിമം ലിമിറ്റ് 2 ലക്ഷം രൂപയാണ്. Who introduced the concept of ATM? ATM എന്നുള്ളതിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ലൂതർ ജോർജ് സിൻജിയാൻ, ജോൺ ഷെപ്പേർഡ് ബാരൺ, കെയ്ൻസ്, നൺ ഓഫ് ദിസ്. അപ്പം ATM നമ്മൾ കേട്ടിട്ടുണ്ടാവും, ധാരാളം കേട്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഫാദർ ഓഫ് ATM അല്ലെ, അതൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ ആൻസർ, നമ്മുടെ ഫാദർ ഓഫ് ATM ആരാണ്? ജോൺ ഷെപ്പേർഡ് ബാരൺ ആണ്. പക്ഷേ ഇതിന്റെ ആൻസർ അതാണോ? മിക്കവരും
ഫാദർ ഓഫ് ATM ആരാണ്? ജോൺ ഷെപ്പേർഡ് ബാരൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കുമല്ലോ അല്ലെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെയല്ല, ഈ ATM എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ലൂഥർ ജോർജ് സിൻജിയാൻ ആണ് കേട്ടോ. ലൂഥർ ജോർജ് സിൻജിയാൻ ആണ് ATM എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ ATM മെഷീൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ജോൺ ഷെപ്പേർഡ് ബാരൻ ആണ്. അതുകൊണ്ടാണ് ജോൺ ഷെപ്പേർഡ് ബാരനെ ഫാദർ ഓഫ് ATM എന്ന് പറയുന്നത്. ദെൻ ATMകളെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ATM വന്നത് 1967 വേൾഡില്. ഇന്ത്യയിൽ 1987. ദെൻ next question, what is LEI? Legally essential identity, legal entity identifier, legal entity identity, none of this. അപ്പോൾ ഇതിന്റെ ആൻസർ legal entity identifier ആണ്. legal entity identifier. RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റത്തില് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഡ് കൊടുക്കാറുണ്ട്. അത് UTR ആണ്, യൂണിക് ട്രാൻസാക്ഷൻ റെഫറൻസ് കോഡ്. അതല്ല, ഇത് LEI എന്ന് പറയുമ്പോൾ ലീഗൽ എൻറ്റിറ്റി ഐഡന്റിഫയർ ആണ്. 50 കോടി രൂപയ്ക്ക് മുകളിൽ RTGS വഴി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ കൊടുക്കുന്ന കോഡാണ് ലീഗൽ എൻറ്റിറ്റി ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, The next one, in IMPS, 5th character represents. IMPS അഞ്ചാമത്തെ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ബാങ്ക് കോഡ്, ബ്രാഞ്ച് കോഡ്, സീറോ, സിറ്റി കോഡ്. എന്താണ് ഇതില് ആൻസർ വരുന്നത്? എന്താണ്? 0 ആണ്. The next one, dash credit is used for fund transfer to large number of beneficiaries by a single debit. എന്താ നമ്മൾ പറഞ്ഞത്? Dash credit is used for fund transfer to large number of beneficiaries by a single ഡെബിറ്റ്. ഒരൊറ്റ ഡെബിറ്റ് വെച്ചിട്ട് ധാരാളം ആൾക്കാർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ECS ആണോ, EFT ആണോ, IFSC ആണോ, ദിസ് ആണോ? ECS ആണ്. ECS എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണ്. ഇതെന്താ ഇവിടെ സംഭവം? ECS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ECS 1994 ECS വന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ECS ഒരു കമ്പനിക്ക് അതിന്റെ എംപ്ലോയീസിന് കുറെ സാലറി അല്ലെ, ഒരു കമ്പനിയിൽ ധാരാളം എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർക്ക് സാലറി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ എന്താണ് ഇവര് ഈ ECS യൂസ് ചെയ്യുന്നു. ECSന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിലേക്ക് ഒരു ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഇവരുടെ എത്ര എമൗണ്ടുകൾ കൊടുക്കാനുണ്ടോ ഇതെല്ലാം അതാത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ECS ഡെബിറ്റ് ഉണ്ട്, ECS ക്രെഡിറ്റ് ഉണ്ട്. ECS ഡെബിറ്റും ECS ക്രെഡിറ്റും. ഓക്കെ, the next one, ePulse is a prepaid and is also known as prepaid card and also known as ECS. ePulse-നെ നമ്മൾ എന്ത് പറയണത്? eCash ആണോ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് കാർഡ് ആണോ, സ്റ്റോർഡ് വാല്യൂ കാർഡ് ആണോ, EFT ആണോ? ePulse-ന് പറയുന്നത് മറ്റൊരു പേരാണ് സ്റ്റോർഡ് വാല്യൂ കാർഡ്. സ്റ്റോർഡ് വാല്യൂ കാർഡ്. The next one, buy now and pay now is a motto of Dash card. Buy now and pay now. ഇപ്പൊ വാങ്ങിക്കുക, ഇപ്പൊ പൈസ കൊടുക്കുക. അതെന്താണ്? ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ATM, CDM. ഇതിന്റെ ആൻസർ ഏതാണ്? ഡെബിറ്റ് കാർഡ് അല്ലെ? ആദ്യമായിട്ട് ഡെബിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ്? സിറ്റി ബാങ്ക് ആണ് ആദ്യമായിട്ട് ഡെബിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The next one, credit card system was firstly developed in. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഏത് ബാങ്ക് ആണ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്? ബാങ്ക് ഓഫ് അമേരിക്ക, ബാങ്ക് ഓഫ് ജർമ്മനി, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, നൺ ഓഫ് ദിസ്. എന്താണ്? ബാങ്ക് ഓഫ് അമേരിക്കയാണ് ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. Then യൂസ് ചെയ്തത്, ഡെവലപ്പ് ചെയ്തല്ല യൂസ് ചെയ്തത്. Then ലാർജസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഏതാണ്? ICRA, CRISIL, CIBIL, Acute Ratings and Research Limited. ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് അറിയാലോ, നമുക്ക് ഓരോരുത്തരുടെ ക്രെഡിറ്റ് റേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതില് ഏറ്റവും വലുതാണ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. CRISIL ആണ് നമ്മുടെ ലാർജസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. എന്താണ്? ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ ഓഫ് സർവീസ് ഇന്ത്യ ആണ് CRISILന്റെ ഫുൾ ഫോം. Then transaction limit of IMPS. IMPS-ന്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ്, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ആണ് IMPS. IMPS-ന്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് 2 ലക്ഷം, 5 ലക്ഷം, നോ ലിമിറ്റ്, നൺ ഓഫ് ദീസ്. ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇതിന്റെ ആദ്യം 2 ലക്ഷം ആയിരുന്നു, പിന്നീട് ഇപ്പോ അത് 5 ലക്ഷം രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ബാങ്ക്സ്. ബാങ്കുകൾക്ക് അനുസരിച്ചിട്ട് ഇത് വേരിയേഷൻ വരാറുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് IMPS വഴി മാക്സിമം ട്രാൻസാക്ട് ചെയ്യാൻ പറ്റാവുന്ന എമൗണ്ട്.
PMSBY is a dash scheme. എന്താണ് PMSBY? പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ഈസ് എ ഡേഷ് സ്കീം. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ഇത് എന്ത് സ്കീമാണ്? ആക്സിഡന്റ് ഇൻഷുറൻസ് ആണോ, ലൈഫ് ഇൻഷുറൻസ് ആണോ, ഹെൽത്ത് ഇൻഷുറൻസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? PMSBY എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമാണ്. ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ എന്താണ് PMSBYയുടെ പ്രത്യേകത? മെയിൻ ആയിട്ട് വളരെ നല്ലൊരു സ്കീമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 രൂപയാണ് ഇതിന്റെ പ്രീമിയം. ആനുവൽ പ്രീമിയം ആണ് കേട്ടോ. ഒരു വർഷത്തിൽ 20 രൂപ അടച്ചാൽ മതി. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 12 രൂപയായിരുന്നു, പിന്നീട് അത് 20 രൂപ ആക്കിയിട്ടുണ്ട്. ഇനി ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കവറേജ് 2 ലക്ഷം രൂപയാണ്. മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരുടെ നോമിനീസിന് 2 ലക്ഷം രൂപയും. അതേസമയം പാർഷ്യൽ ഡിസബിലിറ്റി, തളർന്ന് ഏതെങ്കിലും ഒരു വശം തളരുകയോ കയ്യോ കാലോ തളരുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുമാണ് ഇതിന്റെ കവറേജ് എമൗണ്ട് വരുന്നത്. The next one, DASH is a scheme for financing SC, ST or women entrepreneurs. എന്താണ് DASH is a scheme for financing SC, ST or women entrepreneurs. Women entrepreneursനും SC, ST ആൾക്കാർക്കും വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്കീമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, കുടുംബശ്രീ, നൺ ഓഫ് ദിസ്. എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ? സ്റ്റാർട്ടപ്പ് ഇന്ത്യ അല്ല, സ്റ്റാൻഡപ്പ് ഇന്ത്യ ആണ്. എന്ത് SC, ST അല്ലെങ്കിൽ വിമൻ എന്റർപ്രണേഴ്സിന് ഒരു സ്വയം തൊഴില് തുടങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്കീമാണ് ഇത്. 10 ലക്ഷം തുടങ്ങി 1 കോടി രൂപ വരെയുള്ള ലോണുകളാണ് എന്തിൽ കൊടുക്കുന്നത്? സ്റ്റാൻഡപ്പ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. പക്ഷെ ഓർത്ത് വെക്കാം, ഒന്നില്ലെങ്കിൽ SC, ST വിമൺ ആയിരിക്കണം, അല്ലെങ്കിൽ സാധാ ഒരു ലേഡി ആയാലും കുഴപ്പമില്ല. ദെൻ പ്രവാസി കിരൺ ഈസ് എ സ്കീം ഓഫ് SBI, ICICI, കേരള ബാങ്ക്, HDFC. നമ്മുടെ ആൻസർ ഏതാണ്? കേരള ബാങ്ക് ആണ്. അപ്പോ പ്രവാസി കിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞത് കേരള ബാങ്കിന്റെ ഒരു സ്കീമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊറോണ ആയിട്ട് ഗൾഫ് കൺട്രീസ് അല്ലെ, അന്യനാട് വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ആൾക്കാർക്ക് സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രവാസി കിരൺ. പ്രവാസി കിരൺ എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ ഒരു സ്കീമാണ്. ദ നെക്സ്റ്റ് വൺ, dash of the following facilities are given by RBI to the banks for interbank fund transfer. ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് ഏതാണ്? RTGS, സ്വിഫ്റ്റ്, എംപൈസ, ഓൾ ഓഫ് ദിസ്. ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളെ സ്വിഫ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വിഫ്റ്റ് എന്താണ്? ഒരിക്കലും ഫണ്ട് ട്രാൻസ്ഫർ അല്ല അവിടെ നടക്കുന്നത്, മെസ്സേജുകൾ മാത്രമാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എംപൈസയും ഒരിക്കലും അത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല അല്ലെ. ദെൻ ഓൾ ഓഫ് ദീസ് ഒരിക്കലും വരില്ല, ബിക്കോസ് ഇവിടെ എന്തോ സംഭവം ഉണ്ട്, RTGS വരുന്നുണ്ട്. RTGS ആണ് എന്ത്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. RTGSന്റെ മിനിമം എമൗണ്ട് നമുക്കറിയാം എത്രയാണ്? 2 ലക്ഷം രൂപ. മാക്സിമം എത്രയാണ്? നോ ലിമിറ്റ്. The next one, positive pay system was introduced by RBI. Positive pay system 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്ക് കുറച്ചും കൂടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പോസിറ്റീവ് പേ സിസ്റ്റം. അത് വന്നത് 1/1/2021 പോസിറ്റീവ് പേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Then the minimum paid up capital requirements of small finance banks. Small finance ബാങ്കുകളുടെ മിനിമം paid up capital requirements എത്രയാണ്? 200 crore. The next one, green deposit program was launched by. Green deposit program launch ചെയ്തത് ആരാണ്? Green deposit program launch ചെയ്തത് HDFC ബാങ്ക് ആണ്. Then, which of the following is not included in Indian financial institution? Indian financial institutionsൽ include ചെയ്യാത്തത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നബാർഡ്, എക്സിം ബാങ്ക്, NHB. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് IDBI ആണ്. എന്തുകൊണ്ടാണ്? IDBI ഇപ്പൊ പ്രൈവറ്റൈസ് ചെയ്തു. 2019 LIC അത് ഏറ്റെടുത്തു. ഓക്കെ. Next one, first bank in India listed in New York Stock Exchange. New York Stock Exchangeൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്? ICICI ബാങ്ക് ആണ്. ICICI ബാങ്ക്. Then the market for extremely short period loan, ചെറിയ കാലത്തേക്കുള്ള ലോണുകളിലുള്ള മാർക്കറ്റ്, അതിന് പറയുന്ന പേരാണ് കോൾ മണി അല്ലെ. കോൾ മണി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫോർ നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് നമ്മൾ കോൾ മണി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, 3 P's in credit assessment are performance,
പർപ്പസ് ആൻഡ് പോർട്ട്ഫോളിയോ, പ്രോജക്ട്, പ്രോഡക്റ്റ്, പ്രപ്പോസൽ. ഇതിന്റെ ആൻസർ ഏതാണ്? ക്രെഡിറ്റ് അസസ്മെന്റിന്റെ 3 P's ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പെർഫോമൻസ്, പർപ്പസ്, പോർട്ട്ഫോളിയോ ആണോ, പ്രൊജക്ട് ആണോ, പ്രൊഡക്റ്റ് ആണോ, പ്രൊപ്പോസൽ ആണോ? പ്രോജക്റ്റ് ആണ് കേട്ടോ. മൂന്നാമത്തെ പെർഫോമൻസ്, പർപ്പസ്, പ്രോജക്റ്റ്. നെക്സ്റ്റ് വൺ, the minimum capital required to set up lab എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ ബാങ്ക്സിനെയാണ് നമ്മൾ ലാബ് എന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ ബാങ്ക്സ്. അപ്പോൾ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് 5 കോടി രൂപയാണ്. 5 കോടി രൂപയാണ് ഒരു ലോക്കൽ ഏരിയ ബാങ്കുകൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് വേണ്ടത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ആകെ ഇപ്പോ ഒരേ ഒരു ലോക്കൽ ഏരിയ ബാങ്ക് നിലവിലുള്ളൂ. അതിന്റെ പേരാണ് കൃഷ്ണ ഭീമ സമൃദ്ധി ലോക്കൽ ഏരിയ ബാങ്ക്. ആകെ ഒരേ ഒരു ലോക്കൽ ഏരിയ ബാങ്ക് ഇന്ത്യയിലുള്ളൂ, ഓർത്തു വെക്കാം. നെക്സ്റ്റ് വൺ, Moody's Standard and Poor. Moody's Standard and Poor ഇത് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബാങ്കുകളാണോ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് ആണോ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണോ, കമ്പനീസ് ആണോ? ഇതെന്താണ്? ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. പക്ഷെ ഇന്ത്യയിലുള്ളതല്ല, ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ് മൂഡീസ് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ എന്നറിയപ്പെടുന്നത്. Then the maximum amount of BSBDA account. BSBDA അക്കൗണ്ടിൽ സൂക്ഷിക്കാവുന്ന മാക്സിമം എമൗണ്ട്. BSBDA നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 10,000, 50,000, 1 ലക്ഷം, 5 ലക്ഷം. ഇതിന്റെ ആൻസർ എത്രയാ? BSBDA അക്കൗണ്ടിൽ മാക്സിമം സൂക്ഷിക്കാവുന്ന എമൗണ്ട് എത്രയാണ്? 50,000 രൂപ. 50,000 രൂപ വരെ ഒരു BSBDA അക്കൗണ്ടിൽ മാക്സിമം സൂക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഏകദേശം കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.